സഞ്ചാര സ്വാതന്ത്ര്യം തടയില്ല. സഞ്ചാര സ്വാതന്ത്ര്യം തടയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളിൽ മനുഷ്യർക്ക് എവിടേക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യില്ല എന്നും തടസ്സപ്പെടുത്തില്ല എന്നാണ് അതിൻ്റെ മലയാളം അർത്ഥം. പക്ഷേ ഇന്ന് കാണിച്ചു കൂട്ടിയത് എന്താണെന്ന് വെച്ചാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ക്ഷയരോഗബാധിതരെയും പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെയും ഓരോ കാര്യങ്ങൾക്ക് വഴിദൂരെ പോകുന്ന എല്ലാ ആളുകളെയും റോട്ടിലിറക്കി വിട്ട് ഈ നാട്ടിൽ ഇന്നേ വരെ നടക്കാൻ പാടില്ല എന്ന് അവകാശപ്പെട്ടവരുടെ അതേ ജീർണതകൾ ഇന്ന് സ്വന്തം പ്രവർത്തിയിൽ നിന്ന് തെളിയിച്ചു കൊടുത്തു. കാരണം എന്താണെങ്കിൽ ഇവിടെ സമരം ചെയ്യുമ്പോൾ വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സമരം ചെയ്യുമ്പോൾ ആ ജീർണതയ്ക്ക് ബദൽ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളായിരുന്നു ഇവരൊക്കെ. പക്ഷെ ഇവരുടെ കയ്യിൽ ഒരു ജീർണതയ്ക്ക് ഒരു ബദൽ എന്ന് പറയുമ്പോൾ ആ ബദൽ തങ്ങളുടെ പ്രവൃത്തിയും കൂടിയാണ് കാണിക്കേണ്ടത്, അല്ലാതെ സംസാരത്തിൽ കൂടി എഴുത്തിൽ കൂടിയല്ല. പക്ഷെ ഇന്ന് അവരുടെ തനി സ്വഭാവം മലയാളികൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇടപെടുകയും ഇവരുടെ സമര നേതാക്കളുടെയും മറ്റ് പ്രവർത്തകരുടെയും പേരിൽ സ്വമതയെ കേസെടുത്തു. ഈ കേസിൽ നമുക്ക് വിയോജിപ്പുണ്ട്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലേബർ കോഡിനെതിരെ സമരം നടത്തിയപ്പോൾ കണ്ണ് തുറന്ന് കാണാത്ത ഹൈക്കോടതിയാണ് ഇവരുടെ പേരിൽ കേസെടുത്തിട്ടുള്ളത്. ഇന്ന് ഇവർ കാണിച്ചു കൂട്ടിയ എല്ലാ അതിക്രമങ്ങളും അവരുടെ ദേശീയ പണിമുടക്കിലും കാണിച്ചു കൂട്ടി. അന്ന് കണ്ണ് തുറന്ന് നീതിപീഠം പ്രവർത്തിച്ചിട്ടില്ല. നീതിപീഠം ചില മേഖലകളിലേക്ക് ദുർബലപ്പെട്ട വിഭാഗങ്ങളിലേക്ക് മാത്രമാണ് നീതിപീഠം കണ്ണ് തുറന്നു രണ്ട് കണ്ണ് തുറന്നു വെച്ചിരിക്കുക. പ്രബലരുടെ മുന്നിലേക്ക് കണ്ണ് അടച്ചു വയ്ക്കും. അങ്ങനെ രണ്ട് രീതിയിലാണ് നീതിപീഠം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ പേരിൽ കേസെടുത്തത്. പക്ഷേ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കില്ല എന്ന് പറഞ്ഞിട്ട് സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ട് ജനങ്ങളെ വെല്ലുവിളിക്കുകയും വഴിയിൽ തടയുകയും ചെയ്ത ഈ ഹർത്താൽ തീർത്തും ജനവിരുദ്ധമാണ്.